ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് 2K കിഡ്സും മൊബൈൽ ഫോണും. അതാണ് ഇന്നത്തെ വിഷയം. ഇന്ന് ഇത് പറയാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് മലപ്പുറം മഞ്ചേരിയിൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണ്. മലപ്പുറം മഞ്ചേരിയിൽ ഒരു 15 വയസ്സുകാരി, അവൾ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ടിട്ടുള്ള ഒരു ആൺ സുഹൃത്ത്, ആലപ്പുഴയിലുള്ള ഒരു 19 വയസ്സുകാരൻ. വീട്ടിലുണ്ടായ ഒരു പ്രശ്നത്തിനെ തുടർന്ന് കുട്ടി ആ 19 വയസ്സുകാരനായ ആലപ്പുഴക്കാരനെ കാണാനായിട്ട് യാത്ര തിരിക്കുന്നു. എന്നാൽ ഭാഗ്യവശാൽ കുട്ടീനെ കിട്ടി, തിരൂരിൽ നിന്നും തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്ന് ഇതിനെപ്പറ്റി പറയാനുണ്ടായ ഒരു സാഹചര്യം. നമുക്ക് എന്തായാലും ആ ന്യൂസ് ഒന്ന് കണ്ടിട്ട് വരാം. മൊബൈൽ ഫോൺ വാങ്ങി വെച്ചതിന് സഹോദരനോട് വഴക്കുണ്ടാക്കി 15 വയസ്സുകാരി വീട് വിട്ടിറങ്ങി. ആലപ്പുഴ സ്വദേശിയായ ഇൻസ്റ്റാഗ്രാം സുഹൃത്തിനെ തേടിയാണ് പെൺകുട്ടി ഇറങ്ങിയത്. മഞ്ചേരി പോലീസിന്റെ ഇടപെടലിനെ തുടർന്ന് പെൺകുട്ടിയെ തിരൂരിൽ നിന്ന് കണ്ടെത്തി വീട്ടിൽ തിരികെ കൊണ്ടുവന്നു. ഇങ്ങനെ സംഭവിക്കാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, കുട്ടിയുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. എന്നാൽ ഇത് മാതാപിതാക്കൾ വാങ്ങിച്ചു കൊടുത്തിരുന്നതല്ല. അതുകൊണ്ട് തന്നെ സഹോദരൻ അത് കണ്ടു. സഹോദരൻ ചോദ്യം ചെയ്തു. ഇത് ഇഷ്ടപ്പെടാതെ കുട്ടി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, പോലീസ് സ്റ്റേഷനിലേക്ക് സഹോദരനെതിരെ കേസ് കൊടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുകയും, തിരിച്ച് കാണാതായപ്പോൾ മാതാപിതാക്കൾ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും പോലീസുകാർ അന്വേഷിക്കുകയും പെട്ടെന്ന് തന്നെ കുട്ടീനെ കണ്ടെത്താൻ സാധിച്ചു. കാരണം കുട്ടി തിരൂര് ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്നു. കയ്യിൽ തുച്ഛമായ പൈസ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആൾജരിയിൽ നിന്നും ആലപ്പുഴ വരെ പോകാനുള്ള പൈസ കയ്യിൽ ഇല്ലായിരുന്നത് കൊണ്ടാണ് കുട്ടി ഇവിടെ തന്നെ നിന്നു പോയത്. പക്ഷേങ്കിൽ ഈ ഒരു ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട ആ ഒരു ആൺ സുഹൃത്ത് കുട്ടിയെ തിരക്കി മലപ്പുറത്തേക്ക് ട്രെയിൻ കയറാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നടന്നു വരുന്നത്. നമ്മൾ ഇതൊക്കെയാണ് കാണുന്നത്. ഓരോ ദിവസം പല രീതിയിലുള്ള ന്യൂസുകളാണ് കാണുന്നത്. എങ്ങനെയാണ് കുട്ടികൾക്ക് ഇങ്ങനെ ഈ ഒരു പൊതുസമൂഹത്തിലേക്ക് ഇത്രയും വാർത്തകൾ നിറഞ്ഞൊരു കാലത്ത് ഇങ്ങനെ ഇറങ്ങി പോകാൻ പറ്റുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റാത്തത്. ഈ ഒരു കൂടെ നടക്കുന്ന ആൾക്കാരെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ വിശ്വസിക്കാൻ കഴിയാത്ത പലരും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവാം. എങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തിൽ ഒരു കണ്ടുപരിചയമോ ഒരു മുൻപരിചയമോ ഇല്ലാത്ത ഒരാൾ വെറും ഒരു ഇൻസ്റ്റഗ്രാം പോലുള്ള പല ആപ്പുകളും ഇപ്പോൾ അവൈലബിൾ ആണ്. നമുക്ക് ചാറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഡേറ്റിംഗ് ആപ്പുകളായി മാറുന്ന പല ആപ്പുകളും ഇപ്പോൾ ഉണ്ട്. നല്ലൊരു ആപ്പ് വെക്കലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ഒരു ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട ഒരാളിലേക്ക് ആണ് കുട്ടി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 2K കിഡ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചറായിട്ട് വരികയാണ്. പേരൻറ്റിങ്ങിനെയും നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ. കാരണം ഈ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് മൊബൈൽ ഫോണും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ഈ കുട്ടിക്ക് മാതാപിതാക്കൾ ഫോൺ കൊടുത്തിട്ടില്ല, അത് സത്യമായ കാര്യമാണ്. എങ്കിലും നമ്മൾ പൊതുസമൂഹത്തിൽ നോക്കുമ്പോഴത്തേനും കാണുന്നതാണ്, കുട്ടികളുടെ കയ്യിലും മൊബൈൽ ഫോൺ ഉണ്ട്. അതുപോലെ തന്നെ കുട്ടികൾ ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഫോൺ വാങ്ങി കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം മാതാപിതാക്കളായ നിങ്ങൾക്ക് തന്നെയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അത് നിങ്ങളുടെ തിരക്കുകളിൽ നിങ്ങൾ അത് മറന്നു പോവാതിരിക്കുക. ഇല്ലെങ്കിൽ നിങ്ങളത് വാങ്ങി കൊടുക്കാതിരിക്കുക. കുട്ടികൾ പലതരം തെറ്റുകളിലേക്കാണ് ഈ ഒരു മൊബൈൽ ഫോൺ വഴി പോകുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ ഇൻസ്റ്റഗ്രാമൊക്കെ ഭയങ്കര രീതിയിൽ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് തെറ്റായ വഴിയിലേക്ക് പോകാനായിട്ട്. ലഹരിയും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്, കുട്ടികൾക്ക് മൊബൈൽ ഫോൺ അനുവദിക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഫോണുകൾ കൊടുക്കുക കുറച്ച് നേരത്തേക്ക്. അത് മാത്രമാണ് കുട്ടികൾക്ക് ആവശ്യമുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക, അതുപോലെ പ്രവർത്തിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻ്റ് ആയിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.